കഴിഞ്ഞ ദിവസം നടന്ന വിമാന ദുരന്തത്തെപ്പറ്റി ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടും എങ്ങോട്ട് നോക്കിയാലും ഈ ഒരു ന്യൂസ് മാത്രം കാണുന്ന ആ ഒരു അവസ്ഥയിലും എനിക്ക് മാത്രം ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനോ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇത്രയും വലിയൊരു ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം എനിക്ക് കടന്നു പോകേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. പോർട്ട് ബ്ലെയർ എന്ന് പറയുന്ന സ്ഥലത്തേക്കായിരുന്നു ഞങ്ങൾ ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ടൂർ പാക്കേജ് ആയതുകൊണ്ട് തന്നെ വേറൊരു എയർലൈനിലായിരുന്നു യാത്ര. അതുമല്ല, ഞാൻ ആദ്യമായിട്ടാണ് ആ എയർലൈനിൽ ട്രാവൽ ചെയ്യുന്നതും. അതിന്റെ എക്സൈറ്റ്മെന്റും എല്ലാം കാരണം നേരത്തെ തന്നെ ബോർഡ് ചെയ്തു, എല്ലാം സെറ്റിലായി. എല്ലാ പാസഞ്ചേഴ്സും വന്നിരുന്നു. എല്ലാ പാസഞ്ചേഴ്സും ഹോളിഡേ ആഘോഷിക്കാനുള്ള ഒരു മൂഡിലാണ്. എല്ലാവരും വന്നിരുന്നു, ലഗേജ് ഒക്കെ വെച്ചു സെറ്റായി. പെട്ടെന്നാണ് ക്യാപ്റ്റൻ കോക്പിറ്റ് എന്നൊരു അനൗൺസ് ചെയ്യുന്നത്, ഫ്ലൈറ്റിന്റെ ഒരു ടെക്നിക്കൽ എറർ ഉണ്ട്, നമുക്കത് റെക്ടിഫൈ ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ, അതുകൊണ്ട് കുറച്ച് ഡിലേ ഉണ്ടാവുന്നു. അങ്ങനെ ഒരു 30 മിനിറ്റിന് ശേഷം ക്യാപ്റ്റൻ പിന്നെയും കോക്പിറ്റിൽ നിന്ന് വെളിയിൽ വന്ന് എല്ലാ യാത്രക്കാരോടുമായിട്ട് സംസാരിച്ചു. പോർട്ട് ബ്ലെയറിലേക്കുള്ള ദൂരം ഇത്ര മണിക്കൂറാണ്, നമ്മൾ കടലിന് മുകളിലൂടെ പറക്കുന്നത് കൊണ്ട് ഈ ഒരു വിമാനത്തിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് സേഫ്റ്റി കംസ് ഫസ്റ്റ്. നമുക്ക് എല്ലാവർക്കും വേറൊരു വിമാനത്തിലേക്ക് ചേഞ്ച് ചെയ്യാം, കാരണം ആ ഒരു ടെക്നിക്കൽ എറർ നമുക്ക് ഇതുവരെ ഫിക്സ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന്. അദ്ദേഹം ബുദ്ധിമുട്ടുണ്ടായാലും എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നുണ്ട്, എല്ലാ അസിസ്റ്റൻസിനും സ്റ്റാഫ് അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട്. ക്യാപ്റ്റൻ ഇത് പറഞ്ഞു കഴിഞ്ഞതും ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന കുറച്ച് പേര് അവർ എഴുന്നേറ്റ് നിന്നിട്ട് ശക്തമായ പ്രതിഷേധമായിരുന്നു. ഞങ്ങൾക്ക് ഈ വിമാനത്തിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, ഞങ്ങൾ ഓൾറെഡി സെക്യൂരിറ്റി എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് വന്നത്, ഇനി ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ലഗേജ് എല്ലാം എടുത്ത് വേറൊരു വിമാനത്തിലേക്ക് പോകാനായിട്ട് പറ്റില്ല, ഞങ്ങളുടെ പ്ലാൻസ് എല്ലാം പോയി, ഞങ്ങളുടെ ഹോളിഡേ മൂഡ് പോയി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ക്യാപ്റ്റനുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു റിയാക്ഷൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു ആക്സിഡന്റ് നടന്നത്, എന്നിട്ടും ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം ഉണ്ടായ ഒരു കാര്യമായിരുന്നു അത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ഒരു ടെക്നിക്കൽ എറർ കണ്ടുപിടിക്കാതെയാണ് ആ വിമാനം ചിലപ്പോൾ അന്ന് ഫ്ലൈ ചെയ്തിരുന്നെങ്കിൽ എന്തൊക്കെ ഇന്ന് സംഭവിച്ചിട്ടുണ്ടാവും. നമുക്ക് ജീവനുള്ളപ്പോഴല്ലേ നമ്മുടെ യാത്രകൾക്കൊക്കെ അർത്ഥം ഉണ്ടാവുക. സമയം പോകുന്നതും ഹോളിഡേയ്സ് പോകുന്നതും നമ്മുടെ പ്ലാൻസിലുള്ള ഡിലേസും ഒക്കെ അതിനേക്കാളൊക്കെ വലുതല്ലേ നമ്മുടെ ജീവൻ. ഇൻ കേസ് ഇനി ആ ഒരു ടെക്നിക്കൽ എറർ നമ്മൾ ക്ലാരിഫൈ ചെയ്ത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ടെക്നിക്കൽ എറർ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് പിന്നെ ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തത്? ഇങ്ങനെ പലതരത്തിലുള്ള ജഡ്ജ്മെന്റ് ആയിരിക്കും നമ്മൾക്ക് പിന്നെ കിട്ടുന്നുണ്ടാവുക. ഞാനൊരു ക്യാബിൻ ക്രൂ ആയിട്ട് ജോലി ചെയ്യുമ്പോൾ തന്നെ പലതരത്തിലുള്ള യാത്രക്കാരെ കണ്ടിട്ടുണ്ട്. ചിലർക്ക് ഹോം ടൗണിലേക്ക് പോയിട്ട് അവരുടെ കുടുംബത്തെ കാണാനാണ്, ചിലർക്ക് ലോങ് ഹോളിഡേ ട്രിപ്പാണ്, ചിലർക്ക് വർഷങ്ങളായിട്ട് കാത്തിരുന്ന ഒരു സ്വപ്ന യാത്രയായിരിക്കും. യാത്രയുടെ ഉദ്ദേശം എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യുന്നതിൽ ഞങ്ങളെ പോലുള്ള ആൾക്കാരും ഇല്ലേ, അതായത് അതിലെ ജീവനക്കാരും ഇല്ലേ, നിങ്ങൾക്ക് വീട്ടിൽ കാത്തിരിക്കാൻ ആളുകളുള്ളത് പോലെ ഞങ്ങളെയും കുറച്ച് പേര് വീട്ടിൽ കാത്തിരിക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമല്ല ഫ്ലൈറ്റ് ഡിലേ ആവുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒക്കെ നിങ്ങൾ ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ ഒരു ഡിലേ ഉണ്ടാവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് അതൊരു ടെക്നിക്കൽ ഡിലേ ഒക്കെ ആണെങ്കിൽ, ഒന്ന് വിചാരിച്ചാൽ മതി, നമ്മളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു തീരുമാനം എടുക്കുന്നതെന്ന്. ഭൂമിയിൽ നിന്ന് ഒന്ന് ടേക്ക് ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, തിരിച്ചത് ലാൻഡ് ചെയ്യാതെ അല്ലേ. ആ ലാൻഡിങ്ങിൻ്റെ ഇടയ്ക്കും എന്ത് വേണമെങ്കിലും സംഭവിക്കും. ഓരോ ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും ഉണ്ടായേക്കാവുന്ന എമർജൻസിക്ക് ഞങ്ങൾ എല്ലാവരും പ്രിപ്പയർഡ് ആണ്. പക്ഷെ ഒരിക്കലും അത് സംഭവിക്കരുതേ എന്ന് ഒരേ സമയം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവരുമാണ് ഞങ്ങൾ.